വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനമായി ഇപ്പോൾ നേതാക്കളൊക്കെ അനുസ്മരിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇടപെടലുകൾ നടത്തിയ പ്രശ്ന പരിഹാരത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. UDF കൺവീനറായിരുന്ന സമയത്തൊക്കെയും പ്രത്യേകിച്ച് KPCC അധ്യക്ഷനായിരുന്ന സമയത്ത് കുറച്ച കാലമാണെങ്കിൽ പോലും അങ്ങനെ അദ്ദേഹം ആ തരത്തിലേക്കൊരു നേതൃപാടവം കാട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അനുജ, ഈ സമയത്ത് നമ്മൾ ഒരു ദൃശ്യം നമ്മളുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിന് മുന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ഏറ്റവും ജീർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ആ ദിവസം, അതായത് കോൺഗ്രസിൽ രാജ്മോഹൻ ഉണ്ണിത്താനും ശരത്ചന്ദ്ര പ്രസാദും ഉൾപ്പെടെയുള്ള രണ്ട് നേതാക്കളെ അവിടുത്തെ KPCC എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഐ ഗ്രൂപ്പ് പ്രവർത്തകർ തടഞ്ഞു. ഇപ്പം ശരത്ചന്ദ്ര മർദ്ദിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഉടുവസ്ത്രം വലിച്ചു കീറി. വാഹനത്തിനുള്ളിൽ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് PP തങ്കച്ചനാണ് ആദ്യം ഓടിയെത്തുന്നത്. PP തങ്കച്ചനാണ് അവിടെ കൂടിയിരുന്ന ഐ ഗ്രൂപ്പ് പ്രവർത്തകരെ മാറ്റി ഈ രണ്ട് നേതാക്കളെയും രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചത്. പക്ഷേ അന്ന് PP തങ്കച്ചൻ ഉൾപ്പെടെയുള്ള വളരെ മുതിർന്ന നേതാക്കന്മാർക്ക് പോലും അവിടെ മർദ്ദനമേൽക്കേണ്ടി വന്നു. PP തങ്കച്ചൻ യഥാർത്ഥത്തിൽ ഐ ഗ്രൂപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ടയാളാണ്. K കരുണാകരനുമായും K മുരളീധരനും ഒക്കെയായി വലിയ വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാൾ കൂടിയാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും അവിടെ ഒരു സംഘർഷത്തിലേക്ക്, കോൺഗ്രസിൻ്റെ മുഖം വികൃതമാകുന്ന ഒരു സംഘർഷത്തിലേക്ക്, ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ അവിടെ ഗ്രൂപ്പിന് അതീതമായ ഒരു ഇടപെടൽ നടത്താനെത്തിയ PP തങ്കച്ചന് പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിന് മുന്നിൽ മർദ്ദനമേൽക്കേണ്ടി വന്നത് നമ്മളുടെ മുന്നിൽ ആ ദൃശ്യങ്ങൾ ഇപ്പോഴുമുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവമാണെങ്കിൽ പോലും അന്ന് ഒരു സമവായത്തിൻ്റെ നേതാവായി അവിടെ ഗ്രൂപ്പിന് അപ്പുറത്തേക്കുള്ള ഇടപെടൽ നടത്താൻ PP തങ്കച്ചൻ അവിടെ എത്തിയെങ്കിലും അദ്ദേഹത്തിനും മർദ്ദനമേൽക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ജീർണമായ ഒരു അധ്യായമായിരുന്നു ആ സമയത്ത്. പ്രത്യേകിച്ച് ഈ പ്ലാനറ്റോറിയത്തിന് മുന്നിലെ ആക്രമണം എന്നത് പിൽക്കാലത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഒരു സ്വയം വിമർശനമായി പറഞ്ഞിട്ടുള്ളതാണ്. അന്ന് അവിടെ വെച്ച് പ്രശ്ന പരിഹരിക്കാനും ഈ രാജ്മോഹൻ ഉണ്ണിത്താനെയും ശരത്ചന്ദ്ര പ്രസാദിനെയും ഒക്കെ ആ സംഘർഷ മേഖലയിൽ നിന്ന് മാറ്റാനും ഒക്കെ എത്തിയ PP തങ്കച്ചൻ, ഒരു മുതിർന്ന നേതാവ്, മുന്നണി കൺവീനർ ഒക്കെ ആയിട്ടും അദ്ദേഹത്തിനും അവിടെ മർദ്ദനമേൽക്കേണ്ടി വരികയും ചെയ്തു. അങ്ങനെ കോൺഗ്രസും UDFും കടന്നുപോയ വളരെ പ്രതിസന്ധി ഘട്ടത്തിൽ ആ മുന്നണിയെയും ആ പാർട്ടിയെയും ഒക്കെ നയിച്ച ഒരു നേതാവ് കൂടിയാണ് PP തങ്കച്ചൻ. ഇപ്പോൾ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിൽ ഒരു ഖണ്ഡിതമായ നിലപാടെടുത്ത് അതിൽ ഉറച്ചു നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഇപ്പോൾ കോൺഗ്രസിൽ അങ്ങനെ പല പ്രധാനപ്പെട്ട നേതാക്കളുമുണ്ട്. അത്തരം തലമുറയിലെ ഒരു പക്ഷേ ഏറ്റവും ഒടുവിലത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് PP തങ്കച്ചൻ. നമുക്ക് പലരെയും അങ്ങനെ ഇപ്പോൾ തെന്നല ബാലകൃഷ്ണപിള്ളയെ പോലെയൊക്കെയുള്ള നേതാക്കൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രശ്നപരിഹാരത്തിന് തെന്നല എഴുന്നേറ്റ് നിന്നാൽ അവിടെ ഒരു സമവായം രൂപപ്പെടുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് അതിന് സമാനമായി അത്തരം ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ് PP തങ്കച്ചൻ. തങ്കച്ചന് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹം കരുണാകരൻ്റെ എക്കാലത്തെയും വിശ്വസ്തനായ അനുയായിയായിരുന്നു. ഐ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. പക്ഷേ DICK രൂപീകരിച്ച് K കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പോകുമ്പോഴും PP തങ്കച്ചൻ അവിടെ പ്രിയപ്പെട്ട നേതാവിനോട്, ലീഡറിനോടുള്ള സ്നേഹാദരവൊക്കെ കാത്തു സൂക്ഷിച്ചെങ്കിലും അദ്ദേഹം കോൺഗ്രസിൽ തുടരുകയാണ് ചെയ്തത്. അങ്ങനെ ആ നിലയിൽ ഈ കോൺഗ്രസ് കടന്നുപോയ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 4-5 പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസ് കടന്നുപോയ ഈ കയറ്റിറക്കങ്ങളുടെ ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗമായി, അതിനകത്ത് നിന്ന് അത് മുഴുവൻ കണ്ട അതിലൊക്കെ ഭാഗമായി അതിൻ്റെയൊക്കെ ഒപ്പം ചേർന്ന ഒരു തലമുറയുടെ ഒരു പ്രതിനിധിയാണ് PP തങ്കച്ചൻ എന്ന നേതാവ്. അത് ഇപ്പോൾ AK ആൻ്റണിയെ പോലെ ആദർശനിഷ്ഠയുള്ള ഒരു നേതാവല്ല, K കരുണാകരനെ പോലെ ജനകീയനോ പ്രധാനപ്പെട്ട സംഘാടകനോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്ററോ ആ നിലയിലൊന്നുമല്ല PP തങ്കച്ചൻ. PP തങ്കച്ചൻ ഈ നേതാക്കളുടെ, ഇപ്പോൾ AK ആൻ്റണി ഒരു ഭാഗത്ത്, K കരുണാകരൻ ഒരു ഭാഗത്ത്, അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അതിൽ എപ്പോഴും K കരുണാകരൻ്റെ പക്ഷത്താണെങ്കിലും A ഗ്രൂപ്പിൽ നിന്ന് പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളുമായും വളരെ വ്യക്തിബന്ധം, AK ആൻ്റണിയുടെ മന്ത്രിസഭയിലെ ആൻ്റണിയുടെ വിശ്വസ്തനായ ഒരു മന്ത്രിസഭയിലെ സഹപ്രവർത്തകർ, അങ്ങനെയൊക്കെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 14 വർഷം UDF എന്ന ഈ മുന്നണിയെ കെട്ടുറപ്പോടെ നയിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം എത്ര മെയ്വഴക്കത്തോടെ അദ്ദേഹം ഒരു മുന്നണി കൺവീനറായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. K ശങ്കരനാരായണനാണ് നമ്മൾ പിന്നെ അതിന് മുമ്പ്, ഒരു തലമുറ മുമ്പ് നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ്. പിന്നീട് നമ്മൾ കേൾക്കുന്ന മുഴുവൻ PP തങ്കച്ചൻ മുന്നണി കൺവീനർ എന്നതാണ്. ചുരുങ്ങിയ കാലത്താണെങ്കിലും അദ്ദേഹം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ PP തങ്കച്ചൻ കോൺഗ്രസിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട പദവികളും കൈകാര്യം ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി പെരുമ്പാവൂരിലെ ഒരു ജനകീയനായ MLA ആയിരുന്നു, മന്ത്രിസഭയിൽ അംഗമായിരുന്നു, മുന്നണി കൺവീനർ, അങ്ങനെ പ്രധാനപ്പെട്ട AICCയുടെ അംഗം, അങ്ങനെ പല ഒട്ടുമിക്ക കോൺഗ്രസിലെ പ്രധാനപ്പെട്ട പദവികളും വഹിക്കുകയും ഒരു കാലഘട്ടത്തിലെ മുതിർന്ന മുഴുവൻ നേതാക്കളോടൊപ്പം അവരോടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ
ഒരു കറതീർന്ന കോൺഗ്രസ്സുകാരൻ, അങ്ങനെ പറയാം, ഒരു ഗ്രൂപ്പിനൊക്കെ അതീതമായി പാർട്ടിയായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു പി തങ്കച്ചൻ. എപ്പോഴും ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി കോൺഗ്രസ് പിന്നീട് ബാക്കിയെല്ലാം എന്നതായിരുന്നു പി തങ്കച്ചൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് തന്നെ. ആ പൊളിറ്റിക്കൽ ലൈനാണ് തങ്കച്ചൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, പൊതുപ്രവർത്തന പശ്ചാത്തലത്തിൽ, ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കുകയും ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് ആ വിയോഗ വാർത്ത വരുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ അനുസ്മരണങ്ങളിൽ തങ്കച്ചൻ ഒരു തെളിഞ്ഞു നിൽക്കുന്ന ഒരു നേതാവായി, ഒരു പൊതുപ്രവർത്തകനായി അവരുടെ ഓർമ്മകളിൽ ഇപ്പോഴും തുടരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.